ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുരാവസ്തു കടത്ത് ആരോപണത്തിൽ തെളിവ് ലഭിച്ചാൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, രമേശ് ചെന്നിത്തലയായിരുന്നു ഇതിന് കാരണക്കാരൻ. അദ്ദേഹം പറഞ്ഞൊരു പ്രവാസി വ്യവസായി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വ്യവസായി വളരെ വിശദമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ വ്യവസായി നൽകിയ മൊഴിയിലാണ് ഈ ദിണ്ടിക്കൽ സ്വദേശി ഡി മണിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളി ബാലമുരുകനും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹായിയായി വന്ന ശ്രീകൃഷ്ണനുമൊക്കെ ആ പേരുകളൊക്കെ വെളിച്ചത്തേക്ക് വന്ന. ഇപ്പോൾ അവരോട് നാളെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, വിവരങ്ങൾ. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിൽ നിലവിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പങ്കജ് ഭണ്ഡാരി ഒപ്പം തന്നെ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകി ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് ഈ കേസിലെ ദാവൂദ് മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി എന്നൊക്കെ തന്നെ പേരിൽ അറിയപ്പെടുന്ന ഡി മണിയോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇയാൾക്ക് ഫോൺ നമ്പർ, അതായത് ഇയാൾ ഉപയോഗിച്ച ഫോൺ നൽകിയ ഫോണിന് വേണ്ടിയിട്ട് അതിൻ്റെ രേഖകൾ നൽകിയിട്ടുള്ള 3 പേരെ കൂടി അവിടെ നൽകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ, ഇന്നലെ നമ്മൾ പ്രതികരണം എടുത്ത ശ്രീകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ നാളെ എത്താൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏജന്റുകളാണ് ഇവരെന്നുള്ള വിവരമാണ് SITക്ക് ഇന്നലെ ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിൽ ഈ വാദങ്ങളെല്ലാം ഇവർ നിഷേധിക്കുകയാണ്. അതായത് ഡി മണി പറയുന്നു തനിക്ക് കേരളവുമായിട്ട് പോലും വലിയ ബന്ധമില്ല, ശബരിമലയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും നിലവിൽ ഈ വിദേശ വ്യവസായി ഉറപ്പിക്കുന്നുണ്ട് ഇയാൾ തന്നെയാണ് ഡി മണി. ഇയാൾ തിരുവനന്തപുരത്ത് വെച്ചാണ് തന്നെ സമീപിച്ചത്. ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടാണ് തന്നെ സമീപിച്ച് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇടപാട് നടന്നതെന്ന് നിലവിൽ വ്യവസായി ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിദേശത്തേക്ക്, അതായത് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഗോവർദ്ധൻ്റെ കയ്യിൽ ശബരിമലയിൽ നിന്ന് 2019 കൊണ്ടുപോയ സ്വർണം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർപ്പെടുത്തി അത് ഗോവർദ്ധൻ്റെ പക്കലേക്ക് എത്തുന്നത് വരെയുള്ള കഥ മാത്രമാണ് SITയുടെ പക്കലുള്ളത്. ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും പിന്നീട് വിദേശത്തേക്കടക്കം എത്താനുള്ള അല്ലെങ്കിൽ വിദേശത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഡി മണി വഴിയായിരിക്കാമെന്നാണ് നിലവിൽ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദേശ വ്യവസായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. നാളെ ഡി മണി അടക്കം ഈ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വിദേശ വ്യവസായിയുടെ മൊഴി ഒരിക്കൽ കൂടി എടുക്കാനുള്ള നീക്കത്തിലേക്ക് SIT കടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനാണ് SITയുടെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.